ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോർദൻ AFC ഏഷ്യൻ കപ്പിന്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒരിക്കലും ജോർദൻ ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് ഒരു കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. കാരണം പല വമ്പൻ ടീമുകളും പകുതി വഴിയിൽ വെച്ച് പോയി പുറത്തായി. അതായത് ജപ്പാൻ, സൗത്ത് കൊറിയ, ഇറാഖ്, ഇറാൻ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഒരു അണ്ടർഡോഗ്സ് എന്ന നിലയിൽ തന്നെയാണ് ജോർദൻ മുന്നോട്ട് വന്നതെന്നുള്ളതാണ്. അപ്പം ഗ്രൂപ്പ് സ്റ്റേജ് നോക്കി കഴിഞ്ഞാൽ മലേഷ്യക്കെതിരെ ആദ്യം ഒരു 4-0 ഒരു നല്ല വിജയം നേടിയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അവർക്ക് ഒരു വിജയം ഗ്രൂപ്പിൽ നേടാൻ സാധിച്ചിരുന്നില്ല. സൗത്ത് കൊറിയക്കെതിരെ ഡ്രോ, ബഹ്റിനെതിരെ തോൽവി, അങ്ങനെ ഗ്രൂപ്പിൽ 3-ാം സ്ഥാനക്കാരെന്ന നിലയിലേക്കൊക്കെയാണ് അവർ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ഇറാഖിനെതിരെ ഒരു 3-2 എന്നുള്ള നിലയിൽ അവർക്കൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. അങ്ങനെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയപ്പോൾ തജിക്കിസ്ഥാനും നന്നായിട്ട് ഈ പറഞ്ഞൊരു അണ്ടർഡോഗ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് പെർഫോം ചെയ്ത് വന്നത്. അവർക്കെതിരെ ഒരു 1-0 വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. സൗത്ത് കൊറിയക്കെതിരെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു ഡ്രോ ആയിരുന്നെങ്കിൽ സെമി ഫൈനൽസിലേക്ക് വരുന്ന സമയത്ത് 2-0 എന്നുള്ളൊരു വിജയം സ്വന്തമാക്കാനാണ് സാധിച്ചത്. അങ്ങനെയാണ് അവരിപ്പോൾ ഫൈനൽസിൽ ഖത്തറിനെ നേരിടാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഈ ജോർദൻ്റെ ഒരു ജേർണിയേക്കാൾ ഉപരി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇതിൽ നിന്ന് പഠിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട, ആരാധകർ എന്ന നിലയിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പം ജോർദൻ ഒരു ഓജിൻ പ്ലേയേഴ്സ് എന്ന നിലയിൽ ഏതാണ്ട് ഒരു പ്ലെയറോ മറ്റോ ആണ് സ്ക്വാഡിലുണ്ടായിരുന്നത് AFC ഏഷ്യൻ കപ്പിൻ്റെ ഏറ്റവും. ഇപ്പം ഇന്ത്യക്കാണെങ്കിൽ താരങ്ങളൊന്നുമില്ല, ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു പ്ലെയറാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ലൂപ്പ് ഹോളൊന്നും അവർ യൂസ് ചെയ്യാണ്ട് അവരുടെ ഒരു യൂത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്ലേയേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഒരു മുന്നേറ്റം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാക്കാൻ സാധിക്കും. ഞാനിപ്പം പലപ്പോഴും വീഡിയോസിലൊക്കെ പറയുന്നതാണ്, നമ്മുടെ ജൂനിയർ ലെവലിലുള്ള കാറ്റഗറിയിലെ ടീമിൻ്റെ, അതായത് അണ്ടർ-17, അണ്ടർ-19, അണ്ടർ-23 കാറ്റഗറിയിലെ ഇതിൻ്റെ ഒരു പ്രകടനത്തിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ അണ്ടർ-17 സ്ഥിരമായിട്ട് ക്വാളിഫൈ ആറുണ്ട്. പക്ഷേ അണ്ടർ-20, അണ്ടർ-23 അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇപ്പം അണ്ടർ-23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ടീമിൻ്റെ തന്നെ ഒരു നെക്സ്റ്റ് ലെവലാണ്. അതുപോലെ അണ്ടർ-20 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു കാറ്റഗറിയിൽ പ്ലേയേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ആ കാറ്റഗറിയിൽ കൂടുതൽ മത്സരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ടീമിലേക്ക് പ്ലേയേഴ്സിനെ പരിഗണിക്കുന്ന സമയത്ത് ഒരു അല്ലെങ്കിൽ ഏഷ്യൻ ലെവലിലുള്ള ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിയിട്ടുള്ള താരങ്ങൾ എന്ന നിലയിൽ നമുക്ക് അവരെയൊക്കെ പരിഗണിക്കാൻ സാധിക്കും. ഇപ്പം ഇന്ത്യയിലൊരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ISL ഒരു പ്ലെയർ പെർഫോം ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് നാഷണൽ ടീമിലേക്ക് ഒരു മെയിൻ ടൂർണമെൻറ്റിന് ചിലപ്പോൾ എടുക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഇവർ അണ്ടർ-23 കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ലെവലിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റും. അപ്പോൾ അണ്ടർ-23 എന്ന് പറയുന്നത് നാഷണൽ ടീമിൽ എന്ന പോലെ തന്നെ നമുക്കൊരു ഇമ്പോർട്ടൻസ് വേണ്ട ഒരു മേഖലയാണ്. ഇനി നമുക്ക് ഈ ഒരു ജോർദൻ ടീമിൻ്റെ ഒരു യൂത്തിലാണോ അവർ വർക്ക് ചെയ്തത്, അത് ഇത് ചെയ്തെന്നുള്ള അവരുടെ അണ്ടർ-20, അണ്ടർ-23 പ്രകടനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അണ്ടർ-20 കാറ്റഗറിയിൽ നോക്കി കഴിഞ്ഞാൽ അവർ ഒരു സ്ഥിരമായിട്ടൊക്കെ അവർ ക്വാളിഫിക്കേഷൻ നേടുന്ന ഒരു ഇത് AFC ഏഷ്യൻ കപ്പ് തന്നെയാണുള്ളത്. അതിൽ അവർ 4 ടൈംസ് കളിച്ചിട്ടുണ്ട്. അതിൽ 2 തവണ ഒരു ക്വാർട്ടർ കളിച്ചിട്ടുണ്ട്, 1 തവണ അവർ സെമി കളിച്ചിട്ടുണ്ട്. അങ്ങനെ അണ്ടർ-20 വേൾഡ് കപ്പിലും 1 തവണ ജോർദന് കളിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അണ്ടർ-23 കാറ്റഗറിയിലേക്ക് വരുന്നൊരു സമയത്ത് നോക്കുമ്പോൾ അവർ ഇതുവരെയുള്ള എല്ലാ അണ്ടർ-23 AFC ഏഷ്യൻ കപ്പിലും കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഒരു വർഷം, അതായത് സെമി ഫൈനലിൽ അവർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ 2 വട്ടം ക്വാർട്ടർ ഫൈനലിലും എത്താൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ലെവലിൽ അവർ അണ്ടർ-23 പരിഗണിക്കുന്നുണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ എപ്പോഴും ഇപ്പം നമ്മൾ നാഷണൽ ടീമിൻ്റെയൊക്കെ ഒരു കാര്യം എടുക്കുന്ന ഒരു സമയത്ത് നമുക്കറിയാമല്ലോ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ AFC ഏഷ്യൻ കപ്പിലെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു. അപ്പം അതിൽ നമ്മുടെ മെയിൻ ടീമിനെ മാത്രം കുറ്റം പറയേണ്ട എന്നുള്ള ഒരു വസ്തുത എപ്പോഴും പറയുന്നത് അതിൻ്റെ ഒരു റീസൺ തന്നെയാണിത്. കാരണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജോർദനും അല്ലെങ്കിൽ ഇപ്പം തജിക്കിസ്ഥാൻ്റെ കാര്യം എടുത്താലും ഉസ്ബെക്കിസ്ഥാൻ്റെ കാര്യം എടുത്താലും അവർ ഈ പറഞ്ഞ പോലെ ഒറിജിൻ പ്ലേയേഴ്സിനെ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത രാജ്യങ്ങളാണ്. നമുക്ക് ആ ലെവലിൽ വർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ കാര്യമാണ് പറഞ്ഞത്. അവരുടെ ബേസ് നന്നാക്കി, നമ്മുടെ നാഷണൽ ടീം എന്താണ് നന്നാക്കുന്നത്, ആദ്യം റൂഫ് നന്നാക്കാൻ ശ്രമിക്കും. ബേസ് ഇല്ലാണ്ട് റൂഫ് നന്നാക്കി കഴിഞ്ഞാൽ ഒന്നും അതിനൊരു അടിസ്ഥാനം ഉണ്ടാവില്ല, അതിന് പെട്ടെന്ന് ക്ഷയിച്ചു പോകും. അപ്പം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായാലേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ജോർദൻ ഈ ഒരു ലെവലിൽ പെർഫോമൻസ് നേടി ഫൈനൽ വരെ എത്തിയത് എന്നുള്ളത്. അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ്റെയും തജിക്കിസ്ഥാൻ്റെയും ഒക്കെ പ്രകടനങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇന്ത്യയുടെ ഒരു കാര്യം, AFC ഏഷ്യൻ കപ്പിൻ്റെ ഒരു കാര്യം ജോർദൻ എന്നൊരു ടീമുമായിട്ട് താരതമ്യം ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി, അതാണ് ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഒന്ന് കമ്പോസ് ചെയ്താൽ മതി. കാണിക്കാൻ ഞാൻ സനിയ.